പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. എന്റെ ചങ്ങാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം 16 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിരക്കഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയും, ദൈവം തരുന്ന സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കണം? കാൽവരി ക്രൂശിലെ വീണ്ടെടുപ്പും ആ വലിയ സ്വാതന്ത്ര്യത്തെ നാം തിരിച്ചറിയാൻ തയ്യാറാകണം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കാണ്. പൗലോസ് വ്യക്തമായി പറയാണ്, അടിമനുകത്തിൽ നിങ്ങൾ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കാരണം സ്വാതന്ത്ര്യത്തിനായിട്ടത്രേ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്. സ്വാതന്ത്ര്യം എന്ന് ബൈബിൾ പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, ജീവിതത്തിൽ പല മേഖലകളിൽ നമ്മെ അടിമത്വത്തിലേക്ക് ശത്രു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടാകാം. ഒന്നുകൂടെ പറഞ്ഞാൽ 4 ജനറേഷൻ ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യർക്ക് കീഴിൽ അടിമകളായിരുന്നു. ആ അടിമത്വത്തിൽ അവർ നിരന്തരം ഫറവോനെയും കൂട്ടരെയും ഭയപ്പെട്ടിരുന്നു. ആ അടിമത്വത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഉറച്ചു നിന്നുകൊണ്ടൊരു പദം വിളിച്ചു പറയുകയാണ്, അടിമത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് നന്മകൾ അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഒന്നുകൂടെ ആഴം പറയാം. സാക്ഷാൽ യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ പുത്രന് മാത്രമേ എനിക്ക് നിങ്ങൾക്കും സ്വാതന്ത്ര്യം തരാൻ കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം പറയാണ്, സാക്ഷാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും. എന്നെ കേൾക്കുന്നവരെ, യേശു നിങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതം മുതൽ സ്വാതന്ത്ര്യം വെളിപ്പെട്ട് വരാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഈ പദങ്ങൾ ആഴമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞു വരുന്ന ആഴം നാം തിരിച്ചറിയണം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പറയുകയാണ്. ആ വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കാൻ പോകുന്നു. 3-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഈ വാക്യം വായിക്കുമ്പോൾ ഇതിലെ മുകളിലത്തുള്ള വാക്യങ്ങൾ പറയുന്നു, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നു. മക്കളുടെ അധികാരത്തെക്കുറിച്ചാണ് മുകളിലത്തെ വാക്യം പറയുന്നത്. മക്കളായ ഒരു വ്യക്തി അല്ലെങ്കിൽ മകനായ ഒരു വ്യക്തി ഒരിക്കലും ദാസനല്ല അല്ലെങ്കിൽ അടിമയല്ല. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 27-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ അതേ ഭാവത്തിലേക്ക് മാറുകയാണ്. യേശു ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അങ്ങനെ ധരിക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുയേശുവിലുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം
അവകാശികളും ആകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാനും നിങ്ങളും അബ്രഹാമിൻ്റെ സന്തതിയായി തീരുകയും വിശ്വാസത്താൽ അവകാശികളുമായി തീരുകയാണ്. എവിടെയാണ് ഈ പദത്തിൻ്റെ വെളിപ്പാട് നിൽക്കുന്നത്? ഇന്നു മുതൽ നിങ്ങൾ അടിമകളല്ല, ഞാനും നിങ്ങളും അവകാശികളാണ്. എപ്പോഴാണ് അവകാശത്തിലേക്ക് വരുന്നത്? ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ. ഈ പ്രഭാതത്തിൽ തീരുമാനത്തോടെ പറയണം, ഞാൻ യേശു ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതം യേശുവിൽ സമർപ്പിക്കപ്പെട്ടതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. ക്രൂശിൽ വില തന്നുകൊണ്ട് ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവൻ എന്നെ മോചിപ്പിച്ചു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചില വ്യക്തികൾ പാപത്തിൻ്റെ അടിമത്വം ചുമക്കുന്നവരാണ്. ചിലവർ രോഗത്തിൻ്റെ അടിമത്വം ചുമക്കുന്നവരാണ്. ചിലവർ ശാപത്തിൻ്റെ അടിമത്വം ചുമക്കുന്നവരാണ്. ഞാൻ ആത്മാവിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിലായാൽ നിങ്ങൾ ഞാനും അബ്രഹാമിൻ്റെ മക്കളും അവകാശികളുമാണ്. അവകാശികളാണെങ്കിൽ ദൈവിക നന്മകളെ ഈ സമയം മുതൽ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുക. ഞാൻ ആത്മാവിൽ ഒന്നുകൂടൊന്ന് പറയട്ടെ, ഇതാണ് വലിപ്പം. അടിമത്വത്തിലേക്ക് വരുന്ന, ദാസ്യത്വത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് നന്മകൾ കാണുവാൻ കഴിയുമായിരിക്കും, പക്ഷേ അവനൊന്നും അവകാശമാക്കാൻ കഴിയത്തില്ല. അവൻ ഭയത്തിലായിരിക്കും, അവൻ ഭീതിയിലായിരിക്കും ജീവിച്ചു തീരുന്നത്. അവൻ്റെ ജീവിതത്തിനകത്ത് ഭയമായിരിക്കും മുൻതൂക്കത്തിൽ നിൽക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നിങ്ങൾ ഞാനും പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, അടിമത്വത്തിൻ്റെ ആത്മാവല്ല, അവകാശത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളുകളായി നിൽക്കുന്ന പാപത്തിൻ്റെ അടിമത്വം ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ നീങ്ങിപ്പോവുകയാണ്. കാൽവരി ക്രൂശിൽ യേശു തന്ന ആ വലിയ വില നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്രൻ്റെ സ്വാതന്ത്ര്യത്തെ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇതാ സക്കായിയുടെ വീട്ടിലേക്ക് വന്ന യേശു കർത്താവ് പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുകയാണ്. നിന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എൻ്റെ യേശുവിന് കഴിയും. 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നു. അവൻ്റെ പാപത്തെ യേശു മോചിപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ പാപത്തെ മോചിപ്പിക്കുന്നതോടെ അവൻ ആ കിടക്കയും എടുത്ത് നടക്കുകയാണ്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പറയും, ചില പാപനുഖങ്ങൾ നിങ്ങളെ ദീർഘകാലമായി രോഗികളാക്കിയിട്ടുണ്ടെങ്കിൽ, 12 വർഷമായ രക്തസ്രാവസ്ത്രീയെ നിങ്ങൾ നോക്കണം. ഞാൻ ഈ പറയുന്നത് 1 ദിവസമോ 2 ദിവസമോ നിൽക്കുന്ന പനിയെക്കുറിച്ചല്ല. ഏതാണ്ട് മാസങ്ങളായി, വർഷങ്ങളായി നിങ്ങൾ ആ രോഗത്തിന് അടിമകളായി ജീവിക്കുമ്പോൾ, വർഷങ്ങളായിട്ട് ഡയബറ്റിക്കിനും ബിപിക്കും മരുന്ന് കഴിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ അടിമത്വത്തിൽ നിന്ന് ആ നുഖത്തെ നിങ്ങൾക്ക് പൊട്ടിച്ചു കളയുവാൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിന് അതിന് കഴിയും. യേശുവിൻ്റെ നാമത്തിന് അത് കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾ അവകാശത്തിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. എൻ്റെ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുവാൻ പോകുന്നു. ഒന്നുകൂടെ ഒരാഴത്തിലേക്ക് ഞാൻ വരികയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത് ഗലാത്യലേഖനം 5:1 എന്നാൽ 4-ാം അധ്യായം 30-31 വാക്യങ്ങളിലേക്ക് വരികയാണ്. തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശി ആകുകയില്ല. 31-ാമത്തെ വാക്യം, അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. എന്നെ കേൾക്കുന്നവരെ, വചനത്തിനകത്ത് ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്ന ഭയം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന വർഷങ്ങളായി നിൽക്കുന്ന രോഗത്തിൻ്റെ അടിമത്വം, ശാപത്തിൻ്റെ അടിമത്വം, പാപത്തിൻ്റെ അടിമത്വത്തെ നിങ്ങൾക്ക് പുറത്താക്കാൻ കഴിയും. കാരണം നിങ്ങളുടെയും എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നാം തിരിച്ചറിയുക. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന നിന്നോടും എന്നോടും തമ്പുരാൻ പറയാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ കരഞ്ഞു തീരരുത്, നിങ്ങൾ നിലവിളിച്ച് തീരരുത്. നിങ്ങൾ അവകാശികളാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ പട്ടണത്തിൽ വാലല്ല തല തന്നെയായി തീരുക, ഉയർച്ച പ്രാപിക്കുക. ജീവിതത്തിനകത്ത് ആത്മാവിൻ്റെ ഫലമായ സമാധാനം, സന്തോഷം, ദീർഘക്ഷമ ഇത് നാം പ്രാപിക്കുവാൻ തയ്യാറാകുക. ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് വെളിപ്പെട്ട് വരട്ടെ. കരച്ചിൽ ആത്മാവിൻ്റെ ഫലമല്ല, വേദന, രോഗങ്ങൾ ആത്മാവിൻ്റെ ഫലമല്ല. ഈ ഫലം നിങ്ങൾ ഈ പകൽ മുതൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങട്ടെ. അവസാനമായിട്ട് ഇതാ കാൽവരിയിൽ വെളിപ്പെട്ട ആ വലിയ സ്നേഹം
കർത്താവ് അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്തു, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ള പദം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവായതുകൊണ്ട് തമ്പുരാൻ അല്ലെങ്കിൽ യേശു കർത്താവ് നമ്മളെപ്പോലെ ആയിത്തീർന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന എന്നെയും നിങ്ങളെയും പൂർണ്ണമായി അവൻ വിടുവിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ജീവപര്യന്തം മരണഭീതിയിൽ അടിമത്വത്തിലായിരുന്ന നിങ്ങളെയും എന്നെയും അവൻ മോചിപ്പിച്ചു. അടിമതുകം എന്ന് പറയുന്നത് നമ്മുടെ വേഗതയെ കുറച്ച് നമ്മെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്യുന്നത് പോലെയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ജോലിയിൽ ഉയരാൻ പറ്റാത്ത അനുഭവം, വീട്ടിലൊരു നന്മ കാണാത്ത അനുഭവം, ആ പട്ടണത്തിൽ നിന്ദിക്കപ്പെട്ട് തലകുനിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ ഈ പകൽ ആ നുകത്തെ യേശു കർത്താവ് തകർത്തിരിക്കുകയാണ്. അവൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ എന്നെയും നിങ്ങളെ അവൻ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. വിശ്വാസത്തിൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അടിമ നുകത്തിൽ നിന്ന് അങ്ങയുടെ രക്തം, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഇവരെ സ്വതന്ത്രരാക്കുന്നതിനായി നന്ദി. കർത്താവേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശത്രു വെച്ചിരിക്കുന്ന നുകങ്ങൾ പൊട്ടി മാറി ഇവർ സ്വതന്ത്രരാകട്ടെ. ഇന്നു മുതൽ ഇവർ ചിരിക്കുന്നവരായി തീരട്ടെ. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ സന്തോഷം വെളിപ്പെടട്ടെ. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വരട്ടെ. ഇവർ നിൽക്കുന്ന പട്ടണത്തിൽ ഇവർ വാലല്ല തല തന്നെയായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്കറിയാവുന്ന ഒരാളിലേക്ക് നിങ്ങൾ കൈമാറണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് വലിയ അനുഗ്രഹമാകട്ടെ. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളും അതിനകത്തേക്ക് ജോയിൻ ചെയ്യണം. ഈ സമയത്ത് പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടിയും അതേപോലെ സൂം ഐഡിക്ക് വേണ്ടി നിങ്ങൾ കോൾ ചെയ്യണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.